ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബി മേജർ സ്കെയിൽ. ഈ ബി മേജർ സ്കെയിൽ പിടിക്കുമ്പോൾ ഭാവപ്രിയ എന്നൊരു രാഗം വരും. അപ്പോൾ ഈ രാഗവും ഈ സ്കെയിലും കൂടി എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. എന്നിട്ട് അതിൽ നമുക്ക് പഴയ കാലത്തൊരു പാട്ടുണ്ടല്ലോ, സന്ധ്യേ കണ്ണീര് തന്റെ സന്ധ്യേ. നമുക്ക് ആ പാട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പം ബി മേജർ സ്കെയിൽ നമ്മൾ എടുക്കുമ്പോൾ ഇത് 5 ബ്ലാക്ക് നോട്ട് വരും കേട്ടോ. മറ്റൊരു സ്കെയിലിനും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഈ ബി മേജർ സ്കെയിൽ എടുക്കുമ്പോൾ 5 ബ്ലാക്ക് നോട്ട് വരുന്നത് പോലെ തന്നെയാണ് ഭാവപ്രിയ രാഗം എടുക്കുമ്പോഴും ഈ 5 ബ്ലാക്ക് നോട്ട് വരും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, ആദ്യം ബി മേജർ സ്കെയിലിൻ്റെ ഫിംഗറിങ് നമുക്ക് പഠിക്കാം. ഇത് കണ്ടോ, ബി, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി. വീണ്ടും എ ഷാർപ്പ്, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, ബി. ഉണ്ടോ? ഇവിടെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല ഫിംഗറിങ് പോകുന്ന 4/4 എടുക്കണം. കാരണം ഇവിടെ ഫിംഗർ വന്ന് എത്തൂല്ല, അതുകൊണ്ടാണ്. കണ്ടോ, ഇതുണ്ട് 4. ഇതുകൊണ്ട് ബി, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി. എ ഷാർപ്പ്, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, ബി. ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച എഫ് മേജർ സ്കെയിലിൽ ഇത് ബി ഫ്ലാറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പോഴത് എ ഷാർപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മളിവിടെ ബി നോട്ട് വായിക്കുമ്പോൾ ഇവിടെ എ ആണ്, ഇത് നമ്മൾ എ നോട്ടായിട്ട് വരും. ഇത് ബി, എന്താ ബി ഷാർപ്പ് എന്ന് ബി ഫ്ലാറ്റ് എന്ന് പറയത്തില്ല. പക്ഷെ നമ്മളുടെ എ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിക്ക് ബി ഫ്ലാറ്റ് ആയിട്ട് വരുമായിരുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ വന്ന് ഇത് സ്കെയിൽ ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ വന്ന് ഭാവപ്രിയ രാഗത്തിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ നല്ല ആരംഭിക്കുന്ന, ഒരിക്കലും നിങ്ങൾ ഷഡ്ജം മാറ്റി പിടിച്ചിട്ട് എപ്പോഴും ഓരോ ക്ലാസ്സിനും മിസ് പറയാറുണ്ട്, സ്കെയിലിൽ പിടിച്ചിട്ട് ഇത്രയും നോട്ട് വരുന്നത് കൊണ്ട് ഈ രാഗമാണെന്ന് പറയരുത്. ഈ രാഗത്തിലാണ് നോട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്വരസ്ഥാനം എപ്പോഴും ഷഡ്ജത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾ ആരംഭിക്കാവുള്ളൂ. നിങ്ങൾ വേറെ ഏതെങ്കിലും നോട്ട് ഷഡ്ജമായിട്ട് പിടിച്ചാൽ അതിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനം പോകുന്നത്. അപ്പോഴേ ഈ 5 ബ്ലാക്ക് നോട്ട് വരണമെന്നുള്ള ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് നോട്ട് ഇതുകൊണ്ടുള്ള കണക്ഷൻ എങ്ങനെ ഇത് കണക്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാൻ പോവുക കേട്ടോ. ഇത് കണ്ടോ, ഇപ്പൊ സി ഷഡ്ജം, ശുദ്ധ ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം. ഇതിനകത്ത് ശുദ്ധമധ്യമം അല്ല, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കൈഷികി, നിഷാദം, ഷഡ്ജം. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ സ്വരസ്ഥാനം പോകുന്നത്. എന്താ സ്വരം കേട്ടപ്പോ നല്ലൊരു സുഖമില്ലേ? ഇതാണ് ഈ രാഗത്തിന്റെ സ്വരം പോയത് കേട്ടോ. നല്ല സുഖമുണ്ടല്ലേ? പക്ഷെ ഞാൻ ഈ പാട്ട് ഇവിടെ 5 കർത്തകയെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാട്ട് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞത് ഒരിക്കലും ഈ ഭാവപ്രിയ രാഗത്തിൽ അല്ല. കാരണം ഇവിടെയാണ് ആരംഭിച്ചു വരുന്നത്. അപ്പോഴേ ഇവിടുന്ന് നമ്മൾ ആരംഭിക്കുകയാണെങ്കിലാണ്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ രാഗം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാതെ. ഇപ്പോഴും ഷഡ്ജത്തിൽ നിന്ന് ആരംഭിച്ചിട്ടാണ് ആ ഓർഡറായിട്ട് ആ നോട്ടുകൾ വന്നാൽ മാത്രമാണ് ഇത് ഭാവപ്രിയ രാഗം. പക്ഷെ മിസ് ഇപ്പോൾ ഈ പാട്ട് എടുക്കുന്നത് ഇവിടുന്നാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇത് ഈ പറഞ്ഞ കൊണ്ട് ഭാവപ്രിയ രാഗത്തിലല്ല ഈ പാട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ പാട്ട് ഇങ്ങനെയാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു പാട്ടാണ്, സന്ധ്യേ കണ്ണീരെന്തേ സന്ധ്യ. മിസ് ഈ പാടുമ്പോൾ അത്ര ക്ലിയർ ആകത്തില്ല കേട്ടോ. ഇപ്പം ഈ പാട്ട് നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുക? ഇത് കണ്ടോ, ഇവിടെയാണ് സന്ധ്യ എന്നുള്ള ആരംഭിക്കുന്നുണ്ട്. എന്താ എന്താ
പ്രാക്ടീസ് ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് ബോർഡിൽ ബി മേജർ സ്കെയിൽ എഴുതിയിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് നോക്കാം. ബി മേജർ സ്കെയിൽ. ആ ബി ഇത് കണ്ടോ, 5 ബ്ലാക്ക് ഷാർപ്പ്, ഇതാണ് ഷാർപ്പ് സൈൻ എന്ന് പറയും. 5 ഉണ്ടല്ലേ, ഈ 5 ഷാർപ്പ് സൈൻ വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം ഇവിടെ ഈ 5 നോട്ട് നിങ്ങൾ കറുത്ത നോട്ടെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ബി, ബി, സി, ഡി, ഇ, എഫ്, ജി, എ, ബി. അപ്പോൾ ഇതിനകത്ത് ഈ 2 നോട്ടല്ലാത്ത എല്ലാം നിങ്ങൾ കറുത്ത നോട്ടിൽ കൈവെക്കണം. ഇത് 2 മാത്രമാണ് വെളുത്ത നോട്ട്. ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു നോട്ടും ഈ ഗായും മാത്രമാണ് ഇ, ഇത് 2മാണ് വെളുത്ത നോട്ട്. ബാക്കിയെല്ലാം നിങ്ങൾ കറുത്ത നോട്ടിൽ വേണം കൈവെക്കാൻ. അതാണ് ഇങ്ങനെ 5 കറുത്ത സൈൻ വന്നിരിക്കുന്നത്. അതാണ് ബി മേജർ സ്കെയിലിന് 5 ബ്ലാക്ക് നോട്ട് വരും. അതാണ് ഇപ്പത്തി പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. ബേസിക് നോളജ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് മിസ് ഇങ്ങനെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഭാവിയിൽ അത് നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ബോർഡിൽ എല്ലാവരും എഴുതി പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ മിസ് പഠിപ്പിച്ച ആ പാട്ടില്ലേ, ആ പാട്ടൊക്കെ നല്ല പാട്ടുകൾ, അതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അന്നേരം ഓരോ ദിവസവും മിസ് കൊടുക്കുന്ന ക്ലാസ് നിങ്ങൾ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്കത് നന്നായിട്ട് പഠിച്ച് കയറാനൊക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എങ്ങനെ അടുത്ത ക്ലാസ്സിനുള്ളത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ, അങ്ങനത്തെ പാട്ടുണ്ടല്ലോ, നമുക്ക് ആ പാട്ട് ഏത് രാഗത്തിലായിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ആ പാട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ അതുപോലെ നന്നായിട്ട് കാണുക, കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.